UAE-യിൽ നിന്ന് കേരളത്തിലേക്ക് ബൈക്കിൽ ഒരു യാത്ര. 12 രാജ്യങ്ങൾ പിന്നിട്ട് ജന്മനാട്ടിലെത്തിയിരിക്കുകയാണ് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് നസീബ്. യാത്രയെ സ്നേഹിച്ച നസീബിന് ജന്മനാട്ടിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ഒറ്റയ്ക്കൊരു ബൈക്കിൽ 70 ദിവസത്തിലധികം നീണ്ടുനിന്ന യാത്ര, അതും UAE-യിൽ നിന്ന് കേരളത്തിലേക്ക്. നസീബിനെ സംബന്ധിച്ച് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. തൻ്റെ യമഹ നിക്കൺ GT ബൈക്കിൽ കേരളത്തിൽ എത്തണം എന്നതായിരുന്നു ആഗ്രഹം. അതുകൂടി ഈ യാത്രയുടെ ലക്ഷ്യമായിരുന്നു. നസീബിൻ്റെ ആഗ്രഹത്തിനായി ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമെല്ലാം വലിയ പിന്തുണ ലഭിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമായി. UAE-യിൽ നിന്ന് റോഡ് മാർഗം 12 രാജ്യങ്ങൾ പിന്നിട്ടാണ് ജന്മനാട്ടിലെത്തിയത്. മെയ് 3-ന് ദുബായിൽ നിന്ന് ആരംഭിച്ച യാത്ര ജൂലൈ 12-നാണ് കേരളത്തിലെത്തിയത്. സൗദി അറേബ്യ, ജോർദാൻ, ഇറാഖ്, തുർക്കി, ജോർജിയ, റഷ്യ, കസാക്കിസ്ഥാൻ, ചൈന, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് നസീബ് യാത്ര ചെയ്തത്. ഏകദേശം 20,000-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചു. യാത്രക്കിടെ വിവിധ രാജ്യങ്ങളുടെ അതിർത്തികൾ കടക്കാനുള്ള അനുമതികൾ, വിസ നടപടികൾ തുടങ്ങിയവ വലിയ വെല്ലുവിളിയായിരുന്നു. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ചായിരുന്നു നസീബിന്റെ യാത്ര. അപ്പോൾ യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിലയ്ക്കാണ് ഈ യാത്രനെ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു നടക്കുന്നതാണ്. പല യാത്രകളും പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. 12 രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബോർഡർ ക്രോസിംഗ് ആണ്. ഈ ബോർഡർ ക്രോസിംഗ് ഞാൻ പോകുന്ന സാഹചര്യം ഈ വാറിൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്നറിയാൻ പറ്റില്ല. എന്നാലും അവർ കൂടുതലൊരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി ഫാറൂഖ് നഗർ സ്വദേശിയായ നസീബ് കഴിഞ്ഞ 6 വർഷമായി ദുബായിൽ ജോലി ചെയ്യുകയാണ്. സാഹസിക യാത്രകളോട് താല്പര്യമുള്ള അദ്ദേഹം 2019-ൽ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്കും ബൈക്കിൽ യാത്ര ചെയ്തിരുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തനിക്കെന്നും കരുത്തു പകരുന്നതെന്ന് നസീബ് പറയുന്നു. യൂറോപ്പിലേക്കുള്ള റോഡ് ട്രിപ്പാണ് അടുത്ത ലക്ഷ്യം. നല്ലൊരു സമയം കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അങ്ങനെ ഒരു യാത്ര ഫ്യൂച്ചറിൽ ഉണ്ടാവും. അങ്ങനെയാണ്. അതും ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഇങ്ങനെ യൂറോപ്പിലായിരിക്കും കൂടുതൽ ചാൻസസ് ഉള്ളത്. ജന്മനാട്ടിലെത്തിയ നസീബിന് വാടാനപ്പള്ളിയിൽ 100 കണക്കിന് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ പൗരസ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, അദ്ദേഹത്തിന്റെ സ്വപ്നയാത്രയായിരുന്നു, അത് വിജയിച്ചിരിക്കുന്നു. സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുന്നു. ശരിക്കും ഈ ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തിട്ടുണ്ടായിരിക്കും, സ്വാഭാവികം. കാരണം ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പലർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ സമയത്തും അദ്ദേഹത്തിന്, ആ യാത്രയിൽ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കാം. അതെല്ലാം താണ്ടിയാണ് ഇപ്പോൾ ആ ഒരു യാത്ര കഴിഞ്ഞ് തിരികെ വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു സ്വപ്ന തുല്യമായ ഒരു യാത്ര അതും പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ? നസീബിന് വലിയ ഒരു ആഗ്രഹം തന്നെയായിരുന്നു ദുബായിൽ താൻ ഉപയോഗിക്കുന്ന ആ ബൈക്ക് എടുത്ത് കേരളത്തിലേക്ക് എത്തണം എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെ അധികം ഉണ്ടായ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവും ഒക്കെ തന്നെ വലിയ തടസ്സമായി നിൽക്കും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത് അധികം വൈകാതെ തന്നെ അത് കുറച്ചുനാൾ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് നസീബിന് കേരളത്തിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇത് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പല രാജ്യങ്ങളിലൂടെയുള്ള ഈ യാത്ര, അത് പല രാജ്യങ്ങളിലും പല തരത്തിലുള്ള ഭൂപ്രകൃതിയും അതുപോലെ തന്നെ കാഴ്ചകളും അതുപോലെ തന്നെ അനുഭവങ്ങളുമാണ് നസീബിനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു രാജ്യത്ത് തന്നെ എത്രത്തോളം വൈവിധ്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും അധികം വൈവിധ്യങ്ങളിലൂടെ തുടർച്ചയായി ഒറ്റയ്ക്ക് കടന്നു വരിക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി അല്ലെങ്കിൽ അനുഭവമായി കണക്കാക്കുന്നു നസീബ്. കാരണം അത്രത്തോളം അധികം അനുഭവങ്ങളിലൂടെ അദ്ദേഹം എന്തായാലും കടന്നു വന്നിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ ഈ ഒരു വിസ ലഭിക്കാനായി വൈകുമ്പോൾ, ആ സമയങ്ങളിൽ ചില ബോർഡറുകളിലൊക്കെ തന്നെ വൈകുമ്പോൾ അവിടെ ദിവസങ്ങളോളം ആ ഒരു രാജ്യത്ത് കഴിയേണ്ടി വരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു യാത്രയായിരുന്നു നസീബിനെ സംബന്ധിച്ചിടത്തോളം ഇത്. നസീബിൻ്റെ ഈ യാത്രയ്ക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല, ജന്മനാട്ടിൽ വലിയൊരു സ്വീകരണം തന്നെ നൽകി. അതാണ് നസീബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷമായി കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും യാത്ര പൂർത്തിയാക്കി ഇനി ഈ ബൈക്ക് തിരികെ ദുബായിലേക്ക് തന്നെ കൊണ്ടുപോകണം. അത് കടൽ മാർഗമോ മറ്റോ ആയിരിക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് നസീബിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്തായാലും ഇനി കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും അതൊക്കെ തന്നെ നടക്കുക. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അത്
പൂർത്തിയായിരിക്കുകയാണ് ദുബായിൽ. അദ്ദേഹം ഉപയോഗിക്കുന്ന ബൈക്കിൽ തന്നെ ഒരു വലിയൊരു യാത്ര അതിപ്പോൾ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വീട്ടുകാരും ഒപ്പമുള്ളവരെല്ലാവരും ആ നാടൊന്നാകെ കൂടെ നിൽക്കുന്നു എന്ന് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മറ്റു യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് പോകട്ടെ. ശരി ലിഷോ.